നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകാൻ ബാക്കിയുള്ളപ്പോൾ യുഡിഎഫിൽ നിന്ന് കേൾക്കുന്നത് പക്ഷേ കല്ലുകടിയാണോ? ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകുന്നതിൽ പോലും അനിശ്ചിതത്വം തുടരുകയാണ്. ജൂലൈയിൽ വരുന്ന ഒഴിവിൽ ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകാനാവില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. എന്നാൽ വിട്ടുവീഴ്ച വേണമെന്ന ആവശ്യത്തിൽ കേരള നേതൃത്വം കടുത്ത സമ്മർദ്ദം തുടരുന്നുവെന്ന റിപ്പോർട്ടുകളും വരുന്നു. രാജ്യസഭാ സീറ്റ് വിട്ടു നൽകിയില്ലെങ്കിൽ ലീഗ് മുന്നണി വിടാനുള്ള സാഹചര്യം പോലും തള്ളാനാവില്ലെന്നും കേരള നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിച്ചതായാണ് വാർത്തകൾ. എന്തുകൊണ്ട് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെടുന്നു? അസാധാരണ നിലയിലേക്ക് തർക്കം നീളാൻ കാരണം നേതൃത്വത്തിന്റെ പോരായ്മയാണെന്ന വിലയിരുത്തൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെയുണ്ടോ? രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യത്തിലും അവഗണനയാണെങ്കിൽ ലീഗ് സ്വീകരിക്കാൻ പോകുന്നത് കടുത്ത തീരുമാനമാകുമോ? ലീഗിന് യുഡിഎഫിൽ അവഗണനയാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന CPM മനക്കോട്ട കാണുന്ന രാഷ്ട്രീയ കണക്കുകളിലേക്ക് പോകുമോ കാര്യങ്ങൾ? അങ്ങനെ ചോദ്യങ്ങൾ പലതാണ്. പരിശോധിക്കുന്നു അന്തിചർച്ച. സ്വാഗതം. രാഷ്ട്രീയ നിരീക്ഷകരായ ഒ അബ്ദുള്ള, ജോർജ് പൊടിപ്പറ, ഒപ്പം എ സജീവൻ, മുസ്ലിം ലീഗിന്റെ നേതാവ് അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് എന്നിവർ ചേരുന്നു ഈ ചർച്ചയിൽ. 4 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, ഏത് രീതിയിലാണ് ലീഗിന്റെ പ്രതീക്ഷ? 3ാം സീറ്റ് എന്നുള്ളതിൽ നിന്ന് രാജ്യസഭാ സീറ്റ് എന്ന ഒരു ആവശ്യത്തിലേക്ക് ലീഗ് കടന്നൊരു സാഹചര്യത്തിൽ അത് പരിഗണിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കേരളത്തില് ഇപ്പോ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കും. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാൻ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാലഘട്ടത്തിലും ഞങ്ങളുടെ രാഷ്ട്രീയ ശക്തിക്കനുസരിച്ച രൂപത്തിൽ മുന്നണിയിൽ സീറ്റുകൾ ആവശ്യപ്പെടാറുണ്ട്. അത് ഉഭയകക്ഷി ചർച്ചകളിലൂടെ അതിനൊക്കെ പരിഹാരം കാണാറുണ്ട്. ഇതിപ്പോ മുസ്ലിം ലീഗ് 3ാം സീറ്റ് ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗിന്റെ ശക്തി ഇപ്പൊ നിങ്ങൾക്കറിയാം, കേരളത്തിലെ 3ാമത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഞങ്ങൾക്ക് 1800ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മെമ്പർമാരുണ്ട്. മാത്രമല്ല കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളും, ചില ആളുകളൊക്കെ പറഞ്ഞത് കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ ലീഗിന് വലിയ ശക്തിയുണ്ടെന്ന്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന് നിർണായകമായ ശക്തിയുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഒരു 3ാം സീറ്റ് ആവശ്യപ്പെട്ടു. അത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു ചർച്ച തൃപ്തികരമാണ്. അപ്പൊ ഏതൊരു മുന്നണിയിലും ഇപ്പോ ഇടതുപക്ഷ മുന്നണിയിലില്ലേ, ജനതാദളില് അവകാശവാദം ഉന്നയിക്കണില്ലേ, BJPയുടെ ഘടകകക്ഷികള് അവകാശവാദം ഉന്നയിക്കണില്ലേ? ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ സ്വാഭാവികമായിട്ട് ഒരു ഘടകകക്ഷി എന്ന നിലക്ക് ഞങ്ങള് മുന്നണിയിൽ അധിക സീറ്റ് വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. എല്ലാ പ്രാവശ്യവും ആവശ്യപ്പെടാറുണ്ട്. അതിന് മുസ്ലിം ലീഗിന് അവകാശവും അർഹതയുമുണ്ട്. അതെല്ലാവരും സമ്മതിക്കുന്നതിനാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സീറ്റ് ആവശ്യപ്പെട്ടപ്പോ കോൺഗ്രസ് നേതാക്കന്മാർ ഞങ്ങളെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിളിച്ച കാര്യങ്ങളൊക്കെ ഒരു ചർച്ച നടത്തി. ഞങ്ങളുടെ നേതാവ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നാളെ ഇവിടെ വരികയാണ്. വരുമ്പോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തി ഉചിതമായ ഒരു തീരുമാനം തങ്ങളെടുക്കും. അത് മുന്നണിയെ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തീരുമാനമായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, എന്തുകൊണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയമൊക്കെ മറ്റു മുന്നണികൾ പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ UDFിൽ ഇത് എന്തുകൊണ്ട് കോൺഗ്രസിലുള്ള ചർച്ചകൾ ഇത്രയും വൈകി? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് നമുക്ക് വളരെ പരിചിതമാണല്ലോ. അതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമൊക്കെയാണ് സാധാരണഗതിയിൽ പ്രഖ്യാപിക്കാറ്. അതിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഒരു ഭിന്നിപ്പും ഉണ്ടാവുമെന്നുള്ള തോന്നല് ആർക്കും വേണ്ട. കാരണം അതൊക്കെ UDFന്റെ നേതാക്കന്മാർ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് UDFിൽ ഞങ്ങൾക്ക് നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, വിട്ടുപോകാൻ ഇപ്പൊ തൽക്കാലം ഒരു കാരണവുമില്ല. ഞങ്ങളുടെ മുന്നണിയിൽ ഞങ്ങളുടെ ചില ആവശ്യം ആവശ്യപ്പെട്ടു. ആ ആവശ്യത്തെക്കുറിച്ച് ചർച്ച നടന്നു.
അതിന് സ്വാഭാവികമായിട്ട് ചില തരത്തിലുള്ള പിന്നെ ചർച്ചകളും കാര്യങ്ങളും തീരുമാനങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അന്തിമമായി തീരുമാനിക്കേണ്ടത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വവും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ബോഡിയാണ്. അവരത് പ്രഖ്യാപിക്കും. നാളത്തേതോടുകൂടി പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. അതിൽ ഇടതുപക്ഷ മുന്നണിയോ ബാക്കിയുള്ള ആളുകളോ ഒന്നും ഒരു മനപ്പായസം ഉണ്ണേണ്ട ഒരു കാര്യമില്ല. കാരണം അതിശക്തമാണ് മുസ്ലിം ലീഗും. ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന വാർത്ത നാളത്തെ ലീഗ് യോഗം മാറ്റിവെച്ചതായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. ഒരുപക്ഷെ ഇതിൽ ഈ അനിശ്ചിതത്വം തുടർന്നത് കൊണ്ട് കൂടിയാണോ ലീഗ് യോഗം മാറ്റിവെച്ചത് എന്നുള്ള വിവരം കൂടി ഇനി അറിയാനിരിക്കുന്നു. ഏതായാലും ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബുവും നമുക്കൊപ്പം ചേരുന്നുണ്ട്. കിരൺ, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ എങ്ങും എത്താതെ നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് UDF പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ് കോൺഗ്രസും ലീഗും തമ്മിലുള്ള ചർച്ചകൾ ഈ വൈകി നടക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നത്? അതെങ്ങനെ? അപർണ, സ്വാഭാവികമാണ് ആ ഒരു സംശയം. ഈ അവസാന നിമിഷത്തിലാണോ ഇത്തരം ചർച്ചകളൊക്കെ നടത്തുന്നത് എന്നത്. പക്ഷേ അങ്ങനെയല്ല. വളരെ നേരത്തെ തന്നെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളും ലീഗിന്റെ പ്രധാന നേതാക്കളും തമ്മിൽ ഇത്തരം ആശയവിനിമയങ്ങളൊക്കെ നടന്നിരുന്നു. അങ്ങനെ ഒരു മൂന്നാം സീറ്റ് ആവശ്യം ഇത്തവണ ഉന്നയിച്ചാലും അത് സാധ്യമല്ല എന്നത് ഇരു വിഭാഗം നേതാക്കൾക്കും ഏറെക്കുറെ വ്യക്തവുമായിരുന്നു. മുമ്പ് 5ാം മന്ത്രിസ്ഥാനം UDFന് ആകെ കൂടി ഉണ്ടാക്കിയ നഷ്ടമൊക്കെ രണ്ട് പാർട്ടികളുടെ നേതാക്കൾക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ടൊക്കെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ആ വോട്ട് ബാങ്കുകളിലേക്ക് ഇടതുമുന്നണിയും ഒപ്പം തന്നെ BJPയും ശക്തമായ തരത്തിലേക്കുള്ള പരിശ്രമം, അത് സ്വീകരിക്കാനുള്ള പരിശ്രമമൊക്കെ നടന്ന ഘട്ടത്തിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു ഈ രണ്ട് വിഭാഗം നേതാക്കളും പോയത്. പിന്നീട് ഇതിനെല്ലാം കുഴഞ്ഞു മറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ലീഗിനുള്ളിൽ തന്നെ ഉള്ള തർക്കങ്ങളാണ്. ലീഗിനുള്ളിൽ ഈ രണ്ട് സിറ്റിംഗ് MPമാർ രണ്ടുപേരും തമ്മിൽ, അതോടൊപ്പം തന്നെ ET മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന് പൊന്നാനിക്ക് പകരം മലപ്പുറം വേണം, മലപ്പുറത്ത് നിന്നും മാറി മത്സരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം വന്നു. ആ ആവശ്യം അദ്ദേഹം ശക്തമായി നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അങ്ങനെ ലീഗിലെ സീറ്റുകൾ വെച്ചു മാറണം എന്നുള്ള ഒരു തർക്കം വന്നപ്പോൾ സമദാനി അത്തരമൊരു മത്സരത്തിന് ഇല്ല എന്നുള്ള നിലപാട് സമദാനിയും സ്വീകരിച്ചു. ഇതേ തുടർന്നാണ് ലീഗിലെ രണ്ടാം നിര നേതാക്കൾ, ലീഗിലെ യുവനിര എന്നൊക്കെ പറഞ്ഞാൽ അവരെല്ലാവരും 50 അടുത്തവരോ അല്ലെങ്കിൽ 50 കഴിഞ്ഞവരോ ഒക്കെയാണ്. ആ നേതാക്കളെല്ലാം തന്നെ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി ഇപ്പോൾ നിൽക്കുന്ന പ്രധാന നേതാക്കൾ തന്നെയാണ്. ലീഗിന് ലഭിക്കുന്ന എല്ലാ പ്രധാന അധികാര സ്ഥാനങ്ങളും കൈയടക്കി വെച്ചിരിക്കുന്നത്. ഇവ പകരം പുതിയ ആളുകൾക്ക് അവസരം നൽകണമെന്നുള്ള ആവശ്യം ശക്തമായി തന്നെ ലീഗിനുള്ളിൽ ഉന്നയിച്ചു. ലീഗിലെ നേതാക്കൾക്ക് അല്ലെങ്കിൽ പാണക്കാട് തങ്ങൾക്കടക്കം തള്ളിക്കളയാൻ കഴിയുന്ന ഒരു ആവശ്യമായിരുന്നില്ല, അത്രത്തോളം ന്യായമായ ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഈ നേതാക്കളെ ഒഴിവാക്കാനും വയ്യ. ആ ഘട്ടത്തിലാണ് മൂന്നാമതൊരു സീറ്റ് കിട്ടിയാൽ ഇവർക്കെല്ലാം അവസരം നൽകാം എന്നുള്ളൊരു നിലപാടിലേക്ക് ലീഗ് മാറിയതും ലീഗ് അത്തരം ഒരു ആവശ്യം കടുംപിടുത്തത്തോടു കൂടി തന്നെ വീണ്ടും ആവർത്തിച്ച് ഈ ആവശ്യം ഉന്നയിക്കുകയും ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്ത് പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിയേണ്ടതല്ലേ കോൺഗ്രസിന്? എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? അങ്ങനെ ഉള്ള ഒരു സാധ്യത പോലും ആ ചാപ്റ്റർ പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു വാതിൽ പോലും അടഞ്ഞിരിക്കുന്നു എന്ന് ഉള്ള റിപ്പോർട്ടുകൾ വരുന്നത് എന്തുകൊണ്ടാണ്? അപർണ, അത് സാധാരണഗതിയിൽ ഉയരുന്നൊരു ചോദ്യമാണ്. ഒരു രാജ്യസഭാ സീറ്റ് കൂടി നൽകിക്കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ ലോക്സഭാ സിറ്റിംഗ് സീറ്റിൽ നിന്ന് ഒരു കോൺഗ്രസിന്റെ MPയെ മാറ്റി പകരം ലീഗിന് കൊടുത്താലാണ് ആ തരത്തിലേക്കുള്ള തർക്കങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാവുക. അതിന് പകരമായി രാജ്യസഭാ സീറ്റാകുമ്പോൾ അത്തരം തർക്കങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല. തൊട്ട് പിന്നാലെ തന്നെ ജൂലൈ 1-നാണ് പുതിയ രാജ്യസഭാ അംഗം വരേണ്ടത്. അപ്പോൾ മെയ് അവസാനമോ അല്ലെങ്കിൽ ജൂണിലോ ഒക്കെ തന്നെ വിജ്ഞാപനം വരാൻ സാധ്യതയുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ നേരത്തെ തന്നെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ പ്രഖ്യാപിക്കാവുന്നതാണ് ലീഗിന് നൽകുന്നത് എന്നുള്ളത് ഏറെക്കുറെ അക്കാര്യത്തിൽ ധാരണയായതുമാണ്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡും കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നിലവിൽ 9 സീറ്റുകളാണ് രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്നുള്ളത്. അതിൽ കോൺഗ്രസിന് 1 സീറ്റ് മാത്രമാണ് നിലവിലുള്ളത്. ഇനി ഒഴിയാൻ പോകുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് 3 സീറ്റുകളാണ്. ഒന്ന് ജോസ് കെ മാണിയുടെ സീറ്റ്, മറ്റൊന്ന് എളമരം കരീമിന്റെ സീറ്റ് CPM-ന്റേത്, മറ്റൊന്ന് CPI-യുടെ സീറ്റ്, അത് ബിനോയ് വിശ്വത്തിന്റെ സീറ്റാണ്. ഇങ്ങനെ 3 സീറ്റ് ഒഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ 1 സീറ്റിൽ മാത്രമാണ് സീറ്റ് ലഭിക്കുന്നത്. ആ സീറ്റിലേക്ക് കൂടി അത് ലീഗിന് നൽകിക്കഴിഞ്ഞാൽ ലീഗിന്റെ അബ്ദുൽ വഹാബ് ഓൾറെഡി അവിടെ MP ആണ്. അബ്ദുൽ വഹാബിനൊപ്പം ഒരാൾ കൂടി MP ആവുന്നു. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ നിരയിൽ നിന്ന് 3 പേർ MPമാരാകുമ്പോൾ അതിൽ 2 പേർ ലീഗ്, ഒരാൾ കോൺഗ്രസ് എന്നുള്ളതാവുന്ന അവസ്ഥ. അത് മാത്രമല്ല, കഴിഞ്ഞ തവണ 19 സീറ്റിൽ വിജയം നേടിയപ്പോഴും കോൺഗ്രസിന് ഒരു ഏക മുസ്ലിം കാൻഡിഡേറ്റായ മൽമൂൾ ഉസ്മാൻ പരാജയപ്പെട്ടിരുന്നു. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് കോൺഗ്രസ് MP സ്ഥാനത്തേക്ക് ജബി മേത്തറുടെ പേര് പരിഗണിച്ചത്. ജബി മേത്തർ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാൾ, ലീഗിൽ നിന്ന് ഇനി വരാൻ പോകുന്നതും സ്വാഭാവികമായി മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാകും. ആകെ UDF-നുള്ള 3 MP സ്ഥാനത്ത് 3 പേരും മുസ്ലിം
ഭാഗത്തിൽ നിന്ന് മാത്രമായി കഴിഞ്ഞാൽ ഈ സ്വാഭാവികമായും നേരത്തെ 5ാം മന്ത്രി സ്ഥാനത്തിലൊക്കെ ഉന്നയിച്ച അതേ തർക്കങ്ങളും വിഷയങ്ങളും ഒക്കെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇടതുമുന്നണി പരോക്ഷമായും അല്ലെങ്കിൽ BJP പരസ്യമായും ഒക്കെ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഏറെയും കുറഞ്ഞുമൊക്കെ ചെറിയ തോതിലൊക്കെ പാർട്ടിയുടെ UDFന്റെ വോട്ട് ബാങ്കിനെയൊക്കെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. ഈ വിഷയമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ അനായാസമായി ഒരു രാജ്യസഭാ സീറ്റ് നൽകി അത് പരിഹരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. കിരൺ ബാബു പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് വിശകലനങ്ങൾ നടത്തിയത്. ഞാൻ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഒ അബ്ദുള്ളയിലേക്ക് കൂടി ചെല്ലുന്നു. ശ്രീ ഒ അബ്ദുള്ള, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു നിസ്സഹായ അവസ്ഥയിലാണ് എന്ന് വേണമെങ്കിൽ വിലയിരുത്തണോ? സിറ്റിംഗ് MP-മാർ മത്സരിക്കാൻ കഴിയുകയില്ല, സിറ്റിംഗ് MP-മാരെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ആ സീറ്റ് കൊടുക്കാൻ കഴിയുകയില്ല, സിറ്റിംഗ് MP-മാർ മത്സരിക്കണമെന്നുള്ള ഹൈക്കമാൻഡിന്റെ നിലപാട് ഒരു വശത്ത്, രാജ്യസഭാ സീറ്റ് വീണ്ടും കൊടുക്കുകയാണെങ്കിൽ ഒരു സാമുദായിക അസന്തുലിതാവസ്ഥ വരാം ഒരേ സമുദായത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് എന്നുള്ള മറ്റൊരു വിലയിരുത്തണം. അതായത് രാജ്യസഭാ സീറ്റും കൊടുക്കാൻ കഴിയാത്ത ഒരു സാങ്കേതിക വിഷയം, ഒരു സാങ്കേതിക തടസ്സം കോൺഗ്രസിന് മുന്നിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണോ? ശ്രീ ഒ അബ്ദുള്ള, കേൾക്കാമെന്ന് കരുതുന്നു. ഇതുവരെ കേട്ടിട്ടില്ല, വളരെ കുറഞ്ഞ വാചകങ്ങളെ കേട്ടുള്ളൂ. താങ്കൾ ചോദ്യം ഞാൻ ചോദിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണോ? സിറ്റിംഗ് MP-മാർ മത്സരിക്കണമെന്നുള്ള ഒരു ഹൈക്കമാൻഡ് നിലപാട് ഒരു വശത്ത് നിൽക്കുക, രാജ്യസഭാ സീറ്റിലേക്കാണെങ്കിൽ അത് ഒരേ സമുദായത്തിൽ നിന്ന് തന്നെ 3 പേർ വരുന്നത് കൊണ്ട് ഒരു സാമുദായിക അസന്തുലിതാവസ്ഥ ഉണ്ടാകും. ആ ആരോപണം കോൺഗ്രസിന് നിയമസഭയിൽ നേരിടേണ്ടി വരിക. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായി ഇതിനകത്തൊരു നിസ്സഹായാവസ്ഥയുണ്ട് എന്നുള്ളൊരു വശമുണ്ടോ? ലീഗിന്റെ ഈ പ്രശ്നം, ഈ രാജ്യസഭാ സീറ്റ് പോലും ലഭിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒട്ടും ശരിയായ ഒരു ആശങ്കയല്ല അത്. ഒരേ സമുദായത്തിൽപ്പെട്ട 3 ആളുകൾ സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സമുദായത്തിൽപ്പെട്ട നായർ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമായി എത്ര സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാജ്യസഭയിൽ ഇന്നോളം ഒരു മുസ്ലിമിനെ തെരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ടോ? വേണ്ട. ഒരു മുസ്ലിം MP ഉണ്ടോ കോൺഗ്രസിന്? അപ്പൊ ഇതൊന്നും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴെങ്കിലും യാദൃച്ഛികമായിട്ട് ഒരു ഗൃഹയോഗം ഉണ്ടാകുന്നത് അത് പാടില്ല, അത് മതേതരത്വത്തിന് എതിരാന്ന് പറയുമ്പോൾ ഒരു വലിയ അംഗസംഖ്യ ഉള്ളതായ ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗത്തിനെ പാടെ മാറ്റി നിർത്തുക എന്നതാണോ കോൺഗ്രസിന്റെ നിലപാട്? അപ്പൊ അതൊക്കെ എന്തെങ്കിലും ചില ഞൊണ്ടിത്തരങ്ങൾ പറയാന്നുള്ളതാണ്. ഒരു കരുത്തുറ്റ ഒരാളെ, അത് ഏത് സമുദായക്കാരനായാലും തെരഞ്ഞെടുത്തയക്കുക എന്നതാണ് രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ അല്ലെങ്കിൽ ഒന്നിലധികം ആളെ അയക്കുക എന്നതിനേക്കാൾ അധികം ഞാൻ പ്രധാനമായി കാണുന്നത് യോഗ്യനായ പ്രാപ്തനായ, ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ജോൺ ബ്രിട്ടാസ് അവിടെ രാജ്യസഭയിൽ ചെന്ന് ഈയിടെ നടത്തിയ ചില പ്രസംഗങ്ങളുണ്ട്. അപ്പോഴാണ് രാജ്യസഭ എന്ന് പറയുന്ന സാധനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, കേൾക്കേണ്ടതാണെന്ന് മനസ്സിലാകുന്നത്. അതിനു മുമ്പ് എത്ര ആളുകൾ വന്ന് രാജ്യസഭയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ പോയി പിന്നെ സുഖമായി മിഷ്ടാന്നം ഭുജിച്ച് അവിടെ കടന്നുറങ്ങും എന്നതല്ലാതെ എന്തെങ്കിലും ഫലപ്രദമായി രാജ്യസഭയെ പിടിച്ചു കൊടുക്കുന്ന ഒരു പെർഫോമൻസും വളരെ ചുരുക്കം ആളുകളിൽ നിന്ന് മാത്രമേ. പണ്ട് സ്റ്റീഫൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം കുറെ നല്ല പ്രസംഗങ്ങൾ ചെയ്തിരുന്നു. അതിനുശേഷം ജോൺ ബ്രിട്ടാസ് മാത്രമാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ തന്നെ ഒരു മെമ്പറായാലും ശരി, യോഗ്യനായ പ്രാപ്തനായ ഒരാളെ അങ്ങോട്ട് അയക്കുക, അദ്ദേഹം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നവനായിരിക്കുക ജോൺ ബ്രിട്ടാസിനെ പോലെ. അതിന് മാത്രമല്ല, അത് അംഗസംഖ്യയിൽ ഗവൺമെന്റ് ഒന്നും രൂപീകരിക്കാൻ പോകല്ലോ. അതുകൊണ്ട് അംഗസംഖ്യ അത്ര വലിയ പ്രധാനമല്ല. പക്ഷേ കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഉപോത്ബലകമായിട്ട് തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കാം. നാളെ നടക്കേണ്ട ലീഗ് യോഗം മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥി നിർണയം, സീറ്റ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും വീണ്ടും ചർച്ചയിലേക്ക് നീങ്ങുന്നു. മറ്റ് മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് അനിശ്ചിതമായിട്ട് നീളുന്നത് ഈ ഒരു പ്രശ്നം അവിടെ കീറാമുട്ടിയായി നിൽക്കുന്നത് കൊണ്ടുകൂടിയാണ്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു രാജ്യസഭാ സീറ്റ് കൊടുക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ, അതാണ് സ്ഥിരീകരിക്കപ്പെടുന്നതെങ്കിൽ, ആ ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അതൊരു കടുത്ത തീരുമാനമെടുക്കാൻ ലീഗിനെ പ്രേരിപ്പിക്കുമോ? ശ്രീ ഒ അബ്ദുള്ള, അതിന് കൂടി മറുപടി. ഉശിറുണ്ടെങ്കിൽ ലീഗ് അത്തരം ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. പക്ഷേ ലീഗിന് ഉശിറില്ല. അതായത് കോൺഗ്രസ് എന്ന് പറയുന്നതായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം 2 അക്കം അവർക്ക് തികയണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ സഹായം വേണം.
ആ മുസ്ലിം ലീഗിന്റെ ഏണിമേൽ കയറിക്കൊണ്ടാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പാർലമെന്റിന്റെ മേൽപ്പുര തൊടുന്നത്. അല്ലെങ്കിൽ അവർക്ക് എത്ര അംഗങ്ങളെ കിട്ടുക? പരമാവധി അന്ന് ഒറ്റയ്ക്ക് മത്സരിച്ച് 9 സീറ്റാണ് കിട്ടിയത്. അതാ ഞാൻ പറഞ്ഞത് 2 അക്കം കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്നത് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഒരു ബാധ്യതയല്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യമായ ഘടകമാണ്. അവരുടെ സഹായത്തോടു കൂടി മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഇപ്പോഴാവട്ടെ ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അവിടെ പോയിട്ട് അതിന്റെ സിറ്റിംഗ് അലവൻസും വേറെല്ലാം വാങ്ങി സുഖമായി കഴിയുക എന്നത് കവിഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പലരും പാർലമെന്റിലോ മറ്റോ പറയത്തക്ക ഒരു റോളും പിന്നെ അഭിനയിക്കാറുമില്ല, പ്രസംഗങ്ങളും പരിപാടികളൊന്നും നടത്താറുമില്ല. അതൊക്കെ അവരുടെ ഫയലെടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന. അപ്പൊ ഇവിടെ പ്രശ്നം അവരെത്ര ആളുകളുണ്ട് എന്നതിനേക്കാൾ അധികം അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നതാണ്. അതാണ് ഞാൻ ജോൺ ബ്രിട്ടാസിന് ഉദാഹരണം പറഞ്ഞത്. ആ യുവാവ് അവിടെ എത്തിയതിനു ശേഷം എന്തുമാത്രം നല്ല പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരാളെ അയക്കാൻ മുസ്ലിം ലീഗിന് കഴിയുമെങ്കിൽ അത് മതി. 3 ആളുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇതിന്റെ പേരിൽ മുസ്ലിം ലീഗ് ഒരു വഴക്കിന് പോകാൻ സാധ്യതയില്ല. കാരണം തെരഞ്ഞെടുപ്പ് ആസന്നമാണ്. അവർക്കും വേണമല്ലോ, പിന്നെ പണ്ട് തുഞ്ചത്ത് ഇയാൾ പറഞ്ഞ മാതിരി അവർക്കും വേണമല്ലോ പണം. എനിക്ക് കിട്ടണം പണം എന്ന് പറഞ്ഞാൽ അവർക്കും വേണമല്ലോ സീറ്റും മറ്റും കിട്ടാം. അതുകൊണ്ട് അതിന്റെ പേരിൽ ഒരു വേർപിരിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ, ഞാൻ തിരികെ എത്താം. ശ്രീ ജോർജ് മുടിപ്പാറ, രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് ലീഗിന് നൽകാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടിന് പുറത്തു തന്നെ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണെങ്കിൽ, ഉശിരുണ്ടെങ്കിൽ ലീഗ് കടുത്ത തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് ശ്രീ ഒ അബ്ദുള്ള പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ഉശിര് കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ലീഗ് കടക്കും, അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ലീഗ് കടക്കാനുള്ള സാധ്യത കുറവാണെന്ന് താങ്കൾ കരുതുന്നില്ലേ? അല്ല, ഉശിരുണ്ടെങ്കിൽ ലീഗ് ആ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ, യോഗത്തുള്ള തന്നെ പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലീഗ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യതയില്ല. കാരണം അവർക്കും വേണ്ടേ സീറ്റുകൾ, അവർക്കും ജയിക്കണ്ടേ. ഉടനെ തന്നെ ഇടതു മുന്നണിയിലേക്ക് പോയി അവിടെ ഘടകകക്ഷിയാകുക എന്നൊക്കെ പറയുന്നത് ഇത്രയും ഷോർട്ട് പീരീഡിനുള്ളിൽ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇടതു മുന്നണി ഓൾറെഡി തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPI ഇന്ന് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. ഈ ഒരു ഘട്ടത്തിൽ ലീഗ് ഇനി ഇടതു മുന്നണിയിലേക്ക് പോയിട്ട് അവിടെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന, അത് പ്രായോഗികമായിട്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു മുന്നണി മാറ്റമൊന്നും ഉടനെ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് UDFൽ ഉണ്ടായിരിക്കേണ്ടത് ഒരുപക്ഷെ ലീഗിനോളം തന്നെ അല്ലെങ്കിൽ അതിലപ്പുറം UDFന്റെ കോൺഗ്രസിന്റെ ആവശ്യമാണ്. ലീഗ് അല്ലാതെ കോൺഗ്രസ് ആ മുന്നണിയിൽ കോൺഗ്രസും ലീഗും അല്ലാതെ 10 വോട്ട് പിടിക്കാൻ ശേഷിയുള്ള പാർട്ടി വേറെ ഏതാ ഉള്ളത്? ജോസഫ് ഗ്രൂപ്പിന്റെ സ്വാധീനമൊക്കെ ഇടുക്കിയിലും കോട്ടയത്തും മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. മലബാറിലും അതുപോലെ തന്നെ കേരളത്തിലെ എല്ലായിടത്തും ഒരു വോട്ട് ബാങ്ക് ആയിട്ട് UDFനൊപ്പം നിൽക്കാൻ കഴിയുന്നത്, കോൺഗ്രസിനൊപ്പം നിൽക്കാൻ കഴിയുന്നത്, വിശ്വസിക്കാൻ കഴിയുന്ന ആ വാക്ക് ഞാൻ അടിവരയിട്ട് പറയാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFന്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ഏറ്റവും വിശ്വസിച്ച് കൂടെ നിർത്താൻ കഴിയുന്ന, കൂടെ നിന്ന, ഒരു പ്രതിസന്ധി ഘട്ടത്തിലും UDFനെ കൈവിടാതെ ആ നേതാക്കൾക്കൊപ്പം കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്ന പാർട്ടിയാണ് UDF. അതുകൊണ്ട് തന്നെ UDFൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധം അങ്ങനെ തുമ്മിയാ തെറിക്കുന്ന ഒരു മൂക്കല്ല. അങ്ങനെ പോവില്ല, അങ്ങനെ സംഭവിക്കില്ല എന്നാണ് വിശ്വസിച്ചത്. മാത്രമല്ല, ലീഗ് രാഷ്ട്രീയം കൃത്യമായി ഉൾക്കൊള്ളുകയും ആ രാഷ്ട്രീയത്തിന്റെ വരുംവരായികളെ കുറിച്ച് കൃത്യമായി ആലോചിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ലീഗ് ഇപ്പോൾ UDF വിട്ടുപോയാൽ ഇടതുമുന്നണിയിൽ എത്തുന്ന ലീഗിന്റെ അവസ്ഥ എന്താകും എന്ന് എനിക്ക് വലിയ ആശങ്കകളുണ്ട്. കാരണം ഇപ്പൊ ഈ പറയുന്ന ഈ മധുരവും തേനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ആ സുഖിപ്പിക്കലൊന്നും അതിനകത്ത് ചെന്ന് പെട്ടാൽ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ ആ ഇടതുമുന്നണിയുടെ ഘടന തന്നെ ലീഗിന്റെ രംഗപ്രവേശത്തോടെ മാറുകയും ചെയ്യും. അതിനപ്പുറത്തുള്ളൊരു യാഥാർത്ഥ്യം, ഈ UDFനെ തകർത്താൽ ലീഗുകാർ മനസ്സിലാക്കുന്ന, ലീഗ് ഉൾക്കൊള്ളുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിനകത്തൊരു വലിയ മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ഒരു മനഃശാസ്ത്ര യുദ്ധമാണ് സത്യത്തിൽ പലരും പറയുന്നത് പോലെ ഒരു മനഃശാസ്ത്ര യുദ്ധമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലീഗിനെ മാനസികമായിട്ട് തളർത്താൻ ശ്രമിക്കുകയാണ്, UDFനെ. പക്ഷേ ഒരു ഊഷ്മള ബന്ധം, ശ്രീ ജോർജ് മുടിപ്പാറ, ഒരു ഊഷ്മള ബന്ധം പഴയ കാലങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് ആവശ്യം ഇതിനു മുമ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നപ്പോൾ അത് ഏത് തരത്തിൽ പരിഹരിച്ചു, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ എങ്ങനെയാണ് അത് ഡീൽ ചെയ്തത് എന്നൊക്കെ കണ്ട വിഷയമാണ്.
ഇത്തവണ ആ ഒരു ഊഷ്മള ബന്ധത്തിന് ഒരു ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട് മുന്നണിക്കകത്ത് എന്നുള്ളൊരു കാര്യമല്ലേ KPCC പ്രസിഡന്റിന്റെ ചില പ്രതികരണങ്ങൾ വരിക? അത് ഒരു പക്ഷേ തുറന്നടിച്ച പ്രതികരണങ്ങളാകുമ്പോൾ അതിലൊരു നീരസം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ശശി തരൂർ വിഷയത്തിലൊക്കെ ലീഗ് എടുത്ത വിഷയങ്ങളുണ്ട്, കോൺഗ്രസിനെ ചൊടിപ്പിച്ച ചില കാര്യങ്ങൾ, അങ്ങനെ പല വിഷയങ്ങളുമായി ഈ ബന്ധത്തിൽ പഴയ കാലത്തുണ്ടായിരുന്ന ആ ഒരു ഊഷ്മള ബന്ധം ഇപ്പോഴുണ്ടോ? ഒരുപക്ഷെ അതുകൊണ്ടുകൂടി ലീഗ് ഈ സീറ്റുമായി ബന്ധപ്പെട്ട ഒരു കടുംപിടുത്തം കാണിക്കുന്നു എന്നുകൂടി വിലയിരുത്താൻ കഴിയില്ലേ? തീർച്ചയായിട്ടും അപർണ പറഞ്ഞ ആ പോയിന്റ്, അപർണ ചൂണ്ടിക്കാണിച്ച പോയിന്റ് വളരെ പെർട്ടിനന്റ് ആയിട്ടുള്ള, വളരെ പ്രസക്ത ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ശ്രീ ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ബന്ധം, അത് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള ബന്ധം അത്രത്തോളം ഒരു ഊഷ്മളത VD സതീശനുമായിട്ടോ കെ സുധാകരനായിട്ടില്ല. മാത്രമല്ല കെ സുധാകരന്റെ വാക്കുകൾ അല്ലെങ്കിൽ നാക്ക് പലപ്പോഴും എന്താ പറയാ അസ്ഥാനത്തായി പോകുന്നു. അനവസരത്തിൽ ഔചിത്യമില്ലാത്ത വാക്കുകൾ പലപ്പോഴും അദ്ദേഹത്തിന് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ചിലപ്പോൾ വരുന്ന വാക്കുകൾ ലീഗിനെയൊക്കെ വേദനിപ്പിക്കുന്ന വാക്കുകളാണെന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോവാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ ഉള്ള ഒരു എന്താ പറയാ ഡിപ്ലോമസി, രമേശ് ചെന്നിത്തലയെ പോലുള്ള ആ ഒരു എന്താ പറയാ കാര്യങ്ങൾ ടാക്കിൾ ചെയ്യാനുള്ള ശേഷി ഈ പറഞ്ഞ സതീശൻ നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയ്ക്ക് ബഹുമെടുക്കാനാണ്, സംശയമൊന്നുമില്ല. ഇപ്പൊ നേരത്തെ ശ്രീ അബ്ദുള്ള സാർ പറഞ്ഞതുപോലെ രാജ്യസഭയിലൊക്കെ ജോൺ ബ്രിട്ടാസ് ചെന്നതിന് ശേഷമുള്ള പ്രസംഗങ്ങളെ കുറിച്ച് പറഞ്ഞു. കേരള നിയമസഭയിൽ ഇന്ന് ഏറ്റവും നന്നായി കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും വെച്ച് നോക്കിയാൽ ആരാണ് ഏറ്റവും മിടുക്കനായ നിയമസഭാ സാമാജികൻ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് നിഷ്പക്ഷമായിട്ട് പറയേണ്ടി വരും VD സതീശനാണ്. പക്ഷെ അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് ഈ മുന്നണി ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ, അത് കുറെ കൂടി സുതാര്യവും സുഗമവുമാക്കാനുള്ള ആ ഒരു കഴിവ് അദ്ദേഹം ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. അന്ന് കുഞ്ഞാലിക്കുട്ടിയും കൈമാണിയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു UDF അച്ചുതണ്ടം ഉണ്ടായിരുന്നു. ഏത് പ്രശ്നവും അവർ 3 പേരും ചേരുമ്പോൾ ആ ഏത് മഞ്ഞും ഒരുക്കിയെടുക്കാനുള്ള ഒരു വൈഭവം ആ നേതാക്കൾക്കുണ്ടായിരുന്നു. മാത്രമല്ല ആ പാർട്ടികളെ, തങ്ങളുടെ പാർട്ടിക്കാരെ അത് ബോധ്യപ്പെടുത്താനുള്ള ശേഷിയും അന്ന് ആ സംവിധാനത്തിനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. എങ്കിലും ഞാൻ വിചാരിക്കുന്നു പ്രശ്നങ്ങൾ തീരും, ലീഗ് വിട്ടുപോകുന്ന സാധ്യത ഉണ്ടാവില്ല. ഒരുപക്ഷെ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തന്നെ ഒരു അനിവാര്യത എന്നുള്ളതിലേക്ക് ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ തയ്യാറായേക്കും. ഒരുപക്ഷെ അങ്ങനെ നാളെ തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ പ്രശ്നം സെറ്റിൽഡ് ആവും. അങ്ങനെ അല്ലെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ലീഗിനും അറിയാം, കോൺഗ്രസിനും അറിയാം. അത് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി ഗതി തന്നെ മാറ്റിയേക്കാം. BJP ഏത് രീതിയിൽ അത് മുതലെടുക്കും, ഭാവിയിൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും സ്ഥാനത്ത്, ഭാവിയിലെ പ്രതിപക്ഷത്തിന്റെ പ്രധാന സ്ഥാനത്തേക്ക് BJPക്ക് വഴി തുറക്കുന്ന ഒരു വലിയ മണ്ടൻ തീരുമാനമായിട്ട്, ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ടത്തരങ്ങളിൽ ഒന്നായിട്ട് കോൺഗ്രസിനും ലീഗിനും പിന്നീട് അതിനെ അതൊരു ശക്തമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ശ്രീ ജോർജ് പൊടി പറഞ്ഞു. ഞാൻ അതിലേക്ക് വരാം. ശ്രീ എ സജീവൻ, മലബാറിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചങ്കിടിപ്പുള്ള കാര്യമാണ് ഈ രീതിയിലുള്ള ഒരു സ്പ്ലിറ്റ് തുടർന്നു പോവുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടെങ്കിൽ, ഇത് പരിഹരിക്കാതെ പോകുകയാണെങ്കിൽ, അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ, സിറ്റിംഗ് MP-മാരിൽ തന്നെ ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണ ലീഗിന് ഈ വിഷയത്തിനകത്തുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ലീഗ് കടക്കാതിരിക്കാനുള്ള ഒരു സാധ്യത, നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവുകയില്ലായിരിക്കാം എന്ന് കരുതാം. പക്ഷേ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ അതിന് തൊട്ടുപിറകെ മറ്റൊരു തീരുമാനത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളമുണ്ട്? ഈ പ്രശ്നം പരിഹരിക്കാതെ നീണ്ടു പോകുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്, സംസ്ഥാന നേതൃത്വത്തിനുണ്ടാകുന്ന വീഴ്ച എന്താണ്? ഈ പ്രശ്നം പരിഹരിക്കാതെ പോകുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിനുള്ള വീഴ്ചയേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അവർക്കുള്ള പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ മുസ്ലിം ലീഗിന് ഈ പ്രശ്നം പഴയതുപോലെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ സീതി സാഹിബിന്റെ കാലം മുതൽ, അതിനുശേഷം ബാഫിക്ക് തങ്ങളുടെ കാലത്തോ അല്ലെങ്കിൽ PSMA ബുക്കോയ തങ്ങളുടെ കാലത്തോ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്തോ ഒക്കെ ഉണ്ടായിരുന്ന പോലെ ഏക ഒരു നേതൃത്വം പറയുന്നതിനനുസരിച്ച് വേറൊരു നിലപാടുമില്ലാതെ അതനുസരിക്കുക എന്ന് പറയുന്ന രീതിയിൽ നിന്ന് ലീഗ് മാറിയിട്ടുണ്ട്. ലീഗിൽ ഇപ്പോൾ കൃത്യമായിട്ടും 2 അഭിപ്രായം ശക്തമായിട്ടുണ്ട്. അത് നേരത്തെ ലീഗിന് പരിപൂർണ പിന്തുണ കൊടുത്തിരുന്നത്, ലീഗിന്റെ പിറകിൽ അടിയുറച്ചു നിന്നിരുന്നത് സമസ്തയായിരുന്നു. സമസ്തയിൽ ഒരു പിളർപ്പുണ്ടാവുന്നത് പോലും
ലീഗുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സമസ്തയിൽ ഇതേപോലെ ലീഗിന്റെ നിലപാടിനെ കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തിന്റെ കാര്യത്തിലൊക്കെ അവിടെയും രണ്ടഭിപ്രായമുണ്ട്. ലീഗിന്റെ ഇപ്പോഴത്തെ നിലപാടിനെ ശക്തമായിട്ട് പിന്തുണയ്ക്കുന്ന, അതായത് കോൺഗ്രസിനൊപ്പം തന്നെ നിൽക്കണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സമസ്തയുടെ ആളുകളുണ്ട്. അത് ഒരു ശക്തമായ വിഭാഗം തന്നെയാണ്. അതോടൊപ്പം തന്നെ ലീഗിന്റെ ഈ ഇപ്പോഴത്തെ നിലപാട് ലീഗ് കോൺഗ്രസുമായിട്ട് നിലപാടിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് വേറെ രീതിയിൽ മാറി ചിന്തിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. നമ്മുടെ 2 ദിവസം മുമ്പേ സമസ്തയുടെ പ്രസിഡന്റ് ടിഫ്രി മുത്തുക്കോയ തങ്ങള് നടത്തിയ പ്രസ്താവന, ഞങ്ങൾക്ക് പ്രത്യേക സ്ഥാനാർത്ഥികളില്ല, ഞങ്ങൾ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറയാറില്ല എന്നൊക്കെ ശരിയാണ്. സമസ്ത രാഷ്ട്രീയത്തിലൊന്നും പരസ്യമായിട്ട് ഇടപെടാറില്ല. പക്ഷെ സമസ്തയുടെ നിലപാട് എല്ലാവർക്കും കൃത്യമായിട്ട് പണ്ട് കാലത്ത് അറിയാമായിരുന്നു. അവരുടെ വോട്ടുകൾ എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് നേതൃത്വം കൃത്യമായിട്ട് പറയും, അഭിപ്രായപ്പെടും. അവരുടെ നേതൃത്വത്തിന്റെ മനസ്സറിഞ്ഞിട്ട് വോട്ട് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോഴതല്ല. ഇപ്പൊ ഈ ലീഗിൽ തന്നെ പെട്ടെന്ന് നാളെ മുന്നണി മാറ്റത്തിന് വേണ്ടി തീരുമാനിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ അതൊരിക്കലും അനുവദിക്കാത്ത നല്ലൊരു ശതമാനം ആളുകളുണ്ട്. ഒരിക്കൽ പോലും CPM-ഉമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്ന് അതിശക്തമായിട്ട് വാദിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളിലും ഈ തീരുമാനം എടുക്കാൻ പറ്റാതെ അവസാനം കോൺഗ്രസിന് അനുകൂലമായിട്ട് നിലപാടിലേക്ക് പോകേണ്ടി വരും. കാരണം ഒരു പിളർപ്പ് ഇനി ലീഗിന് സഹിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഈ പ്രശ്നമുണ്ട്. അതേപോലെ തന്നെയാണ് കോൺഗ്രസിൽ ഈ സീറ്റ് വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഇപ്പോ മാത്രമല്ല, പണ്ട് കാലത്ത് തന്നെ കോൺഗ്രസിലെ ദേശീയ മുസ്ലിങ്ങൾക്ക് വളരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കുക, എല്ലാം മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടത് സീറ്റ് മുഴുവൻ മുസ്ലിം ലീഗ് ആവട്ടെ, ബാക്കിയുള്ളത് വേറൊരാൾക്ക് വീതിച്ചു കൊടുക്കാതെ കോൺഗ്രസിലെ മുസ്ലിങ്ങൾ, അതായത് ദേശീയ മുസ്ലിങ്ങൾ, അവരെ അവഗണിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതായത് നമ്മളെ മൊയ്തു മൗലവിയുടെ കാലത്താണെങ്കിലും PP മുർഗോയുടെ കാലത്താണെങ്കിലും തുടങ്ങിയിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് കൊരമ്പേ അഹമ്മദാജി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ലീഗിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല, ഇപ്പുറം പോയാൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകും. TK ഹംസ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് DCC പ്രസിഡന്റ് എന്തുകൊണ്ടാണ് ഇപ്പുറത്തേക്ക് പോയത്, CPM-നൊപ്പം പോയത്? അവിടെ നിന്നിട്ട് കാര്യമില്ല, കാരണം കോൺഗ്രസ് പരിഗണിക്കില്ല. കോൺഗ്രസ് നേതാക്കന്മാർക്കാർക്കും മുസ്ലിം കാൻഡിഡേറ്റിൽ മുസ്ലിം എന്ന രീതിയിൽ സീറ്റ് കിട്ടില്ല എന്നൊരു അവസ്ഥ വന്നു. അത് ആ പ്രശ്നം, അത് ഈ പ്രശ്നം ഇപ്പോഴും നിലവിൽ ഉണ്ട്. അതുകൊണ്ട് ലീഗിന് ഒരു സീറ്റ് കൂടി വിട്ടുകൊടുക്കുക, മുസ്ലിം പ്രാതിനിധ്യം കൂട്ടാൻ വേണ്ടി ലീഗിന് വിട്ടുകൊടുക്കുക എന്നതിനോട് വിയോജിപ്പുള്ള നല്ലൊരു ശതമാനം കോൺഗ്രസ്സുകാരുണ്ട്. വേറൊരു കാര്യമുള്ളത്, ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിലെ സിറ്റിംഗ് MP-മാർക്ക്, പ്രത്യേകിച്ച് മലബാറിലെ MP-മാർക്ക് ലീഗിനെ കൈവിടാതിരിക്കണം എന്നുള്ള ശക്തമായ ആവശ്യമുണ്ട്. പക്ഷെ സീറ്റ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ അവർക്ക് പറ്റില്ല. കാരണം ഏത് സീറ്റ് വിട്ടുകൊടുക്കും? തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് തന്നെ തിരികെ എത്താം. ശ്രീ എസ് സജീവൻ, ആ രീതിയിൽ കോൺഗ്രസിനകത്തുള്ള ഒരു വിഷയം കൂടി ഇതിനകത്ത് വ്യക്തമാകുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഈ ബന്ധം ഊഷ്മളമായി കൊണ്ടുപോകുന്നതിൽ വീഴ്ച കാണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് കൂടി വീണ്ടും കടക്കേണ്ടതായി വരുന്നു. ഞാൻ എസ് സജീവനിലേക്ക് തന്നെ തിരികെ എത്താം. ഒരു ചെറിയ ഇടവേള, ടൈം ബാൻഡ് അത്യാവശ്യമായതുകൊണ്ടാണ്. വിടും ശ്രീ എസ് സജീവൻ, നേരത്തെ പറഞ്ഞത് കോൺഗ്രസിനകത്തുള്ള അഭിപ്രായ ഭിന്നതയടക്കം ലീഗുമായി ബന്ധപ്പെട്ട്, ലീഗിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിഷയങ്ങൾ, അത് കുറച്ചും കൂടി പ്രതിഫലിച്ചു വരുന്നുണ്ടോ ഈ സമയത്ത് എന്നുള്ളതാണ്. അങ്ങനെ പ്രതിഫലിക്കുന്നുണ്ട്, അത് ലീഗ് കൂടി മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? സാദിഖ് അലി തങ്ങളുമായിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നു, അതിനകത്ത് KPCC പ്രസിഡന്റ് UDF കൺവീനർ അടക്കം മയമില്ലാതെ ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുക. ഇങ്ങനെ ഒരു സീറ്റ് കൂടി വിട്ടുതരാനാകില്ല എന്ന് ലീഗ് നേതൃത്വത്തെ വ്യക്തമായി ധരിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് KPCC നേതൃത്വം ഈ ചർച്ച നീട്ടിക്കൊണ്ടുപോകുക. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ പാണക്കാട് പോയി ചെന്ന് കണ്ട് മയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒക്കെ സാധാരണ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്. ഇത്തവണ അതിലേക്കും കടന്നിട്ടില്ല. അങ്ങനെ കൃത്യമായ രീതിയിൽ കോൺഗ്രസിനകത്ത് ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു സമീപനം തിരിഞ്ഞു വരുന്നുണ്ട്. അതിന്റെ ഭാഗമാണ്, അതിന്റെ ഒരു പ്രതിഫലനമാണിത് എന്നുകൂടിയാണോ? ഇത് കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിലെ മുസ്ലിങ്ങൾക്കിടയിൽ, ദേശീയ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമുള്ള പ്രശ്നമോ കോൺഗ്രസിലെ മറ്റ് നേതാക്കന്മാർക്കിടയിലുള്ള പ്രശ്നമോ അല്ല. അവർക്ക് ഇടയിൽ പ്രശ്നം ലീഗിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോട്ട്, അത് ഹിന്ദു വോട്ട് അപ്പുറത്തേക്ക് മാറിപ്പോകുമോ എന്നൊരു തോന്നൽ അവർക്കുണ്ട് കേരളത്തിൽ. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് കോൺഗ്രസിലെ ദേശീയ നേതൃത്വത്തിനുള്ള പേടി. അവർക്ക് ഇവിടെ നമുക്ക് കഴിഞ്ഞ തവണ അറിയാം, രാഹുൽ ഗാന്ധി അമേഠിയിലും മത്സരിച്ചു, വയനാട്ടിലും മത്സരിച്ചു. എന്തുകൊണ്ട് രാഹുൽ അമേഠിയിൽ തോറ്റു? അതിനുവേണ്ടി BJP അമേഠിയിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ മുഴുവൻ പ്രചരണായുധമാക്കിയിരുന്നത്
കേരളത്തിലെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ പാകിസ്ഥാൻ പതാക ഉയർത്തി എന്നുള്ള പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയായ പ്രചരണമായിരുന്നില്ല, കള്ളപ്രചരണമായിരുന്നു. പക്ഷെ അത്തരത്തിൽ ഓരോന്നും ഉപയോഗിക്കും. അതായത് ഇവിടെ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഹിന്ദു വോട്ടുകൾ പരമാവധി കേരളത്തിൽ കിട്ടിയില്ലെങ്കിൽ പോലും മറ്റുള്ളിടത്ത് പരമാവധി നേടിയെടുക്കാൻ വേണ്ടി BJP ശ്രമിക്കുമെന്നുള്ള ഭീതി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് അവരാണ് ഇപ്പോൾ കുറെ കൂടി ശക്തമായിട്ട് ലീഗിന് ഇപ്പോൾ ഒരു സീറ്റ് കൂടി കൊടുക്കാൻ പാടില്ല എന്ന നിലപാടെടുക്കുന്നത്. കേരളത്തിലെ പല നേതാക്കന്മാരും കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ്. അങ്ങനെ പക്ഷെ അവർ പറഞ്ഞിട്ട് പോലും ഒരു തരത്തിലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, കൊടുത്താൽ നഷ്ടമാകും എന്നുള്ള പേടിയുണ്ട്. രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന്, കേരളത്തിൽ നിന്ന് ജയിക്കുന്ന MP-മാരുടെ കാര്യം, അത് ബാങ്കിലിട്ട പോലെയാണ്. ഒരിക്കൽ പോലും അവരപ്പുറത്തേക്ക് പോവില്ല എന്നറിയാം. മറ്റു പല സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. ഇന്ന് ജയിച്ചു കോൺഗ്രസിന്റെ MP ആയിട്ട് ജയിച്ചിട്ട് നാളെ അപ്പുറത്തേക്ക് ചാടിക്കടന്നുകൂടാന്നുള്ള ഒരു സംശയമില്ല. അങ്ങനെ അത്തരം കാര്യങ്ങളുള്ളതുകൊണ്ട് അതൊന്ന് കേരളത്തിൽ കിട്ടുന്ന മുഴുവൻ പൂർണ്ണമായിട്ടും തിട്ടപ്പെടുത്താവുന്നതാണുള്ളത്. രണ്ടാമത്തേത്, വയനാട്ടിലുള്ള ആ കൊടിയുടെ പ്രശ്നം വെച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ എന്തെല്ലാം കളിച്ചു. രാഹുൽ ഗാന്ധി അമേഠിയിൽ വരെ തോൽക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയതിന്റെ ഒരു പ്രതിഫലനം അത് ഇത്തവണ ലീഗിന് കൊടുത്തു കണ്ടില്ലേ. ഉള്ള സീറ്റ് മുഴുവൻ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന പ്രചരണം അത് തെറ്റാണ്. ഇത് ശരിയായിട്ടുള്ള കാര്യം ലീഗ് അർഹിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ലീഗിന് കൊടുക്കേണ്ടത് തന്നെയാണ്, കൊടുക്കണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ അത് BJP കൃത്യമായിട്ടും വിറ്റ് കാശാക്കുന്ന കോൺഗ്രസിന് പേടിയുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഹൈക്കമാൻഡിന്റെ ഒരു വെർഷൻ അങ്ങനെ ആയിരിക്കും. ഹൈക്കമാൻഡ് എടുക്കുന്ന നിലപാടിന് പിന്നിൽ അതായിരിക്കുമെന്ന് കൂടി പറയുന്നു ശ്രീ എസ് സജീവൻ. അതെ, ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ. ഹൈക്കമാൻഡ് എടുക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ ഈ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ഒരു നിലപാടിലേക്ക് തന്നെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണല്ലോ താങ്കളുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സീറ്റ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ എന്നാ പിന്നെ തൽക്കാലം രാജ്യസഭയുടെ പേര് ഇപ്പൊ ഒതുക്കി വെക്കാം എന്ന് കേരളത്തിലെ നേതാക്കന്മാരെ പറഞ്ഞു. അതുപോലും കോൺഗ്രസ് കൊടുക്കുമോ എന്നുള്ള ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് പരമാവധി അവിടെ MP-മാരുടെ എണ്ണം കൂട്ടേണ്ടതുണ്ട്. രാജ്യസഭാ സീറ്റ് കൊടുക്കുമെന്നുള്ള അറിയില്ല. ഓക്കെ തീർച്ചയായിട്ടും. ഓക്കെ, അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, ആ ഒരു വിലയിരുത്തലുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡ് ഇപ്പോൾ എടുക്കുന്ന നിലപാട് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ലോക്സഭാ സീറ്റാണെങ്കിലും രാജ്യസഭാ സീറ്റാണെങ്കിലും ഏത് തരത്തിൽ വേണമെന്നുള്ള നിലപാട് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള ചില വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണെങ്കിൽ, അങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടെങ്കിൽ അത് ലീഗിന് ഗുണം ചെയ്യുക, ലീഗിന് അന്തിമ ഫലമായിട്ടുണ്ടാകുന്നത് അവഗണനയാകുമെന്ന് എന്നതിൽ തർക്കമില്ല. അതല്ല ലീഗ് അർഹിക്കുന്നത് എന്ന് വ്യക്തമായി ബോധ്യമുള്ള പാർട്ടി ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുകയില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആ വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവുക? എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ ബഹുമാന്യരായ മറ്റുള്ള അതിഥികൾക്കുള്ള മറുപടി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ. തീർച്ചയായും. ഇപ്പോ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് ഒരു മതസംഘടനയല്ല. ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യൻ ഭരണഘടനയും ഒക്കെ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതെല്ലാവർക്കും അറിയാം. കാരണം ഏതൊരു ഇഷ്യൂ വന്നാലും മുസ്ലിം ലീഗിനോളം മതേതരത്വ കാഴ്ചപ്പാടോടുകൂടി അതിന് അനുകൂലമായി പ്രതികരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല. അത് CPM അംഗീകരിച്ചതാണ്, BJP-ക്കാർ വരെ ഒരു പരിധിവരെ അംഗീകരിച്ചതാണ്, കോൺഗ്രസ് അംഗീകരിച്ചതാണ്, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചതാണ്. അപ്പൊ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൂടുതൽ വരുമ്പോ അവിടെ വൈകാരികമായി പ്രതികരിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ഒക്കെ ഓർപ്പോ നമുക്കറിയല്ലോ. ഇപ്പോ ഏതൊരു കാര്യത്തിനാണെങ്കിലും മുസ്ലിം ലീഗ് അത് ഇന്ത്യൻ മതേതരത്വത്തിന്, ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിഘാതം നിൽക്കുന്ന ഒരു നിലപാട് ഇന്ത്യ രാജ്യത്ത് ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ, പിന്നോക്ക വിഭാഗങ്ങളുടെ ഒക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അവിടെ ശക്തമായി മുസ്ലിം ലീഗ് പ്രതികരിച്ചിട്ടുണ്ട്. കാരണം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ലക്ഷ്യം അതാണ്. ഇപ്പൊ നേരത്തെ അബ്ദുള്ള സാഹിബ് പറഞ്ഞു, ഇവിടെ മുസ്ലിം ലീഗ് MP-മാരുടെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ ആനുകാലികമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഗ്യാൻവാബി മസ്ജിദിന്റെ അവിടെയുള്ള പ്രശ്നങ്ങൾ, ഡൽഹിയിൽ 800 വർഷം പഴക്കമുള്ള ഒരു മസ്ജിദ് ഇടിച്ചു തകർത്ത ഒരു പ്രശ്നം, ഏകീകൃത സിവിൽ നിയമത്തിന്റെ പേരിലുള്ള പ്രശ്നം, അതുപോലെ തന്നെ മുത്തലാഖിന്റെ പ്രശ്നം, ഇന്ത്യയിൽ നടന്ന ഒരുപാട് വർഗീയ അസ്വാസ്ഥ്യങ്ങൾ, വർഗീയ കലാപങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി അധികാരവർഗത്തിന്റെ മുഖത്ത് നോക്കി പ്രതികരിക്കാൻ ചങ്കൂറ്റം കാണിച്ചത് മുസ്ലിം ലീഗിന്റെ MP-മാരാണ്. അവിടെ ആരെയും പേടിച്ചിട്ടില്ല. അവിടെ അങ്ങനെ പറഞ്ഞാൽ മറുഭാഗത്ത് ഇങ്ങനെ ഉണ്ടാകുമോ എന്നുള്ള തോന്നലുണ്ടായിട്ടില്ല.
ഈ ബില്ലുകളും ഈ നിയമങ്ങളും ഒക്കെ വരുമ്പോൾ അത് ന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾക്കെതിരാണ്, അവരുടെ നിലനിൽപ്പിനെതിരാണ്, അവരുടെ ആസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന് തോന്നുന്ന ഘട്ടത്തിലൊക്കെ ആരെയും മുസ്ലിം ലീഗ് നോക്കി അല്ല, ആ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉണ്ടാകട്ടെ എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ എന്നുള്ളതാണല്ലോ ചോദ്യം. ആ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉണ്ടാകട്ടെ, ആ ശബ്ദം ഉയരട്ടെ എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. രാഷ്ട്രീയമായി മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ശക്തിക്കനുസരിച്ചുള്ള ഒരു പ്രാതിനിധ്യം വേണം എന്നാണ്. അത് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് മുന്നണിയിൽ ചർച്ച നടത്തി. അതിനെക്കുറിച്ച് ഏകദേശം ധാരണയായി. അത് കോൺഗ്രസ് ഹൈക്കമാൻഡും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും കൂടി അവർ വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. പിന്നെ വേറൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു, പഴയതുപോലെയല്ല മുസ്ലിം ലീഗിന് ഏക നേതൃത്വത്തിൽ പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല മുസ്ലിം ലീഗ് എന്നാണ്. അത് ലീഗിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. മുസ്ലിം ലീഗിന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചോ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ കുറിച്ചോ കൂടുതൽ അറിയാത്തത് കൊണ്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. ഇത് ഇന്നും കോൺഗ്രസിന് ശരി, ഞാൻ വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്, സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഈ പ്രശ്നം സമയബന്ധിതമായി പരിഹരിക്കാൻ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ലീഗുമായി ആ ഊഷ്മള ബന്ധം തുടർന്നു പോകണം എന്നനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും നാളെ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും, അല്ലെങ്കിൽ അടുത്ത ദിവസം തീരുമാനം ഉണ്ടാകും. അങ്ങനെ വൈകാരികമായി പ്രതികരിച്ച് വഷളാക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത്ര വലിയ ചർച്ച നടത്തേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു ബന്ധവും വഷളായിട്ടില്ല. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ശക്തിക്കനുസരിച്ച് ഒരു ആവശ്യം ഉന്നയിച്ചു. ആ ആവശ്യത്തെക്കുറിച്ച് കോൺഗ്രസ് ചർച്ച നടത്തുന്നു. ഒരു പരസ്യ പ്രസ്താവന നടത്തിയ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ അവഹേളിക്ക്, ലീഗ് കോൺഗ്രസ് നേതാക്കന്മാരെ അവഹേളിക്ക് ഒന്നും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് മൂന്നാമതൊരു സീറ്റ് വേണം. ആ സീറ്റ് വേണം എന്ന് പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് അവർ ചർച്ച നടത്തി, ഞങ്ങളെ വിളിച്ചു, ഞങ്ങളും ചർച്ച നടത്തി. ഒരു ഉഭയകക്ഷി ചർച്ച. ഇവിടെ ആര് സീറ്റ് ചർച്ച നീണ്ടുപോകുന്നതാണ് വിഷയം. ആ ചർച്ച തീരുമാനമാകാതെ നീണ്ടുപോകുന്നതാണ് വിഷയം. അതിന് വളരെ വ്യക്തമായ കാരണങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥലത്തില്ലാത്ത സമയത്താണ് ഉഭയകക്ഷി ചർച്ച നടത്തിയത്. മാത്രമല്ല, മറ്റുള്ള ചില രാഷ്ട്രീയമായി നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കോൺഗ്രസിന്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് സാധ്യമല്ല. അവർക്ക് അഖിലേന്ത്യാ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടണം. മിനിഞ്ഞാന്നാണ് ചർച്ച നടത്തിയത്. നാളെ തീരുമാനമുണ്ടാകുമെന്നാണ് നേതാക്കന്മാർ പറയുന്നത്. നാളെ അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ദിവസം തീരുമാനങ്ങൾ ഉണ്ടാകും. CPM-നെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാലോ, CPM ഇപ്പൊ മുസ്ലിം ലീഗിന് വലിയ കാര്യമായിട്ട് മുസ്ലിം ലീഗിന് 3 സീറ്റല്ല 4 സീറ്റ് കിട്ടാൻ അർഹതയുണ്ട്, 5 സീറ്റ് കിട്ടാൻ അർഹതയുണ്ട്, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ 2 സീറ്റല്ല അതിലപ്പുറം ഞങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പുകഴ്ത്തുന്നത് എന്തിനാണ് എന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം. ഓരോ ഘട്ടങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് പ്രയാസം ഉണ്ടായപ്പോ, മുസ്ലിം ലീഗിന് പ്രയാസം ഉണ്ടായപ്പോ പിന്നിൽ നിന്ന് കുത്തി പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് CPM. അതുകൊണ്ട് CPM-ന്റെ പുകഴ്ത്തലിൽ വീണ് UDF-നെ തകർത്ത് ഞങ്ങൾ മറുഭാഗം പോകും എന്നുള്ള തോന്നലേ ആർക്കും വേണ്ട. ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം ഇവിടെ ഇല്ല. നമുക്കറിയാം ജനതാദളിന് പ്രശ്നങ്ങളില്ല. ഓക്കെ, ശരി. ശ്രീ ഒ അബ്ദുള്ള, പ്രശ്നങ്ങളില്ല. CPM അടക്കം പുകഴ്ത്തുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു പാർട്ടിയാണ് ലീഗ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ, കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിൽ പോലും ഒരു പരാതിയുമില്ലാതെ മുന്നോട്ട് പോകും എന്ന് പറയുന്നിടത്ത് കൃത്യമായ രീതിയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ലീഗിനുണ്ടെന്ന് തോന്നുന്നു. അതല്ല എങ്കിൽ, പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും അതൊരു സമവായത്തിൽ തന്നെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഒന്നും പോകാതെ ലീഗ് ഇത് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണോ വിലയിരുത്തേണ്ടത്? മാന്യ സുഹൃത്തിന്റെ അഭിപ്രായ പ്രകടനം കേട്ടപ്പോൾ, അതായത് ഞങ്ങൾ ഒരു കാര്യവും പിന്നിലൂടെ ചെയ്യാറില്ല എന്ന് പറഞ്ഞപ്പോൾ, അന്ന് പ്രിയങ്കരനായ CH മുഹമ്മദ് കോയ അസംബ്ലിയിൽ പറഞ്ഞ ഒരു വാചക ഓർമ്മ വരുന്നുണ്ട്. ഞങ്ങൾ വല്ലതും ചെയ്യുകയാണെങ്കിൽ അത് പിന്നിലൂടെയല്ല ചെയ്യുക, ഞങ്ങൾ മുന്നിലൂടെ തന്നെയാണ് ചെയ്യുക. മുസ്ലിം ലീഗ് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിന്നിലൂടെ ആയിരിക്കില്ല, മുന്നിലൂടെ ആയിരിക്കും എന്ന ദ്വയാർത്ഥ പ്രയോഗത്തിന്റെ വ്യാപ്തി ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പൊ ഇവിടെ മുസ്ലിം ലീഗ് പിന്നിലൂടെ ചെയ്യുന്നോ മുന്നിലൂടെ ചെയ്യുന്നോ എന്നതല്ല വിഷയം. മുസ്ലിം ലീഗ് സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു പരിമിതിയുണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ടല്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂല. അപ്പം അത് കോൺഗ്രസിന്റെ നിലപാടിനോട് യോജിച്ചുകൊണ്ട് പോവുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഏതോ ഒരു കാര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നുവോ അക്കാര്യത്തിൽ മതേതരത്വത്തിനോട് കൂടി യോജിക്കുന്ന ആ കാര്യത്തിൽ ഒരു തരത്തിലും
അനുഭാവം പ്രകടിപ്പിക്കാൻ ഇതിന് വല്ലാതെ ഞാൻ പറയുന്നത് ഞാൻ തന്നെ കേൾക്കാം. അതായത് ഈ പ്രശ്നത്തോട് അനുഭാവമുണ്ടെങ്കിൽ കോൺഗ്രസ് സ്വീകരിക്കേണ്ടത് ചില നിലപാടുകളുണ്ട്. ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ തോതിലുള്ള വർഗീയ കലാപം നടന്നു. റവന്യൂ ഭൂമി 100 വർഷമായി കൈവശം വെക്കുന്നവർ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അവിടെ ഒരു മദ്രസയും പള്ളിയും ബന്ധപ്പെട്ട കുറേ സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്ന് ആ പള്ളിയും മദ്രസയും ഒന്നായിട്ട് അങ്ങ് തകർത്ത് കളഞ്ഞു ബുൾഡോസർ. ഒരു നോട്ടീസ് പോലും അവർക്ക് നൽകിയില്ല. കുട്ടികളുടെ പാഠപുസ്തകങ്ങളും വസ്ത്രങ്ങളും അതെടുത്ത് കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടായില്ല. ഇത് കോൺഗ്രസ് ചെയ്യുന്ന. ഇതിനെ അപലപിക്കാൻ കോൺഗ്രസ് മുമ്പോട്ട് വരുന്നില്ല. മുസ്ലിം ലീഗ് എന്തിനു വേണ്ടി നിലകൊള്ളുന്നു അത്തരം കാര്യങ്ങളിൽ ഇവർ കൂടി സഹകരിച്ചാലല്ലാതെ ഈ ഐക്യത്തിന് എന്താ അർത്ഥമുള്ളത്? അപ്പൊ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് മുമ്പോട്ട് വരാത്ത ഒരവസ്ഥയിൽ കോൺഗ്രസുമായി കൂട്ടുകൂടി മുമ്പോട്ട് പോകുന്നതിന് എന്തർത്ഥം? ഞാൻ പറയുന്നത് ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് ഇടതുപക്ഷത്തേക്ക് മാറലാണ്, LDF മാറലാണ്. അതിനുള്ളതായ ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു വിഭാഗം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയുടെ മതസംഘടന, ആ സംഘടന ഇപ്പോൾ അവരുമായി ഇടതുപക്ഷവുമായി പലതരത്തിലും ഒളിഞ്ഞും തെളിഞ്ഞും സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സജീവമായി തീരുകയാണെങ്കിൽ അതായിരിക്കും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കരണീയം. കാരണം ഇന്നത്തെ ഈ അവസ്ഥ വരുത്തി വെച്ചത് സച്ചാർ കമ്മീഷനൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസ് ആണല്ലോ മുസ്ലിങ്ങളെ ഈ പതനത്തിലേക്ക് എത്തിച്ചത്, ഒന്നുമല്ലാത്താക്കി തീർത്തത്. ഇന്ത്യയിലെ ആദിവാസി വിഭാഗങ്ങളെക്കാൾ പിന്നോക്കമാണ് വിദ്യാഭ്യാസ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും എന്നാണല്ലോ പറയുന്നത്. ആ അവസ്ഥ ആരുണ്ടാക്കി? സച്ചാർ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് ഉണ്ടാക്കിയത്. ഇനിയും ആ കോൺഗ്രസിന് പിന്നാലെ ഉദുവിന് വെള്ളം കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കില്ല, മുസ്ലിം ലീഗിനില്ല. അതുകൊണ്ട് വേർപെട്ട് LDF പോയിക്കൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുക എന്നതായിരിക്കും ഇനി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കരണീയം. ഓക്കെ, ശ്രീ ജോർജ് പടിപ്പാറ, ആ ബാക്കിയാവുന്ന ചോദ്യം അതാണ്. ഒരൊറ്റ പോയിന്റ് അബ്ദുള്ള സാഹിബ് പറഞ്ഞു സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത് 10-35 കൊല്ലക്കാലം CPM പ്രതിപക്ഷമില്ലാതെ ഭരിച്ച ബംഗാളിലാണ്. അവിടെ വളരെ പിന്നിലാണ്, ജോലിയില്ല, വിദ്യാഭ്യാസമില്ല. ഇപ്പൊ നമുക്കറിയല്ലോ അവിടെയുള്ള ബംഗാളികളൊക്കെ കേരളത്തിൽ വന്നാൽ മുസ്ലിം നാമധാരികളാണെങ്കിൽ ഒരു ഫാത്തിയ സൂറത്ത് വരെ ഓതാൻ അവർക്ക് അറിയാത്ത ആ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ട ഇസ്ലാമിക ശരീഅത്തിനെ പരസ്യമായി കേരളത്തിൽ EMS അടക്കമുള്ള ആളുകൾ പരസ്യമായിട്ട് എതിർത്ത ആ CPM-ആയിട്ടാണ് ഞങ്ങൾ കൂടേണ്ടത് എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ഉപദേശമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സമസ്തയും ബാക്കിയുള്ള ആളുകളൊക്കെ ഇടതുപക്ഷമായിട്ട് സഹകരിക്കാൻ വേണ്ടിയിട്ട് ചർച്ച നടത്തുന്നുണ്ട് എന്ന് അബ്ദുള്ള സാഹിബിന് അത് 100% തെറ്റാണ്. അങ്ങനെ ഒരു ചർച്ച ലീഗിൽ നടക്കണില്ല. ലീഗിൽ ഒരാൾക്കും അങ്ങനെ ഒരു ഉദ്ദേശമില്ല. ഞങ്ങൾ UDF-ന്റെ കൂടെയാണ്, കോൺഗ്രസിന്റെ കൂടെയാണ്. BJP-യെ എതിർക്കുവാൻ ഇന്ത്യ രാജ്യത്തിൽ കോൺഗ്രസിനെ ഒഴിവാക്കി സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതെ അതായത് ഫാത്തിയ സൂറത്ത് പഠിപ്പിക്കലും സൂറത്ത് പഠിപ്പിക്കലും ഗവൺമെന്റിന് ജോലിയല്ല. കേരളത്തിൽ അതല്ല. കേരളത്തിൽ മുസ്ലിങ്ങൾ സംഘടിച്ച് അവർ സ്വകാര്യമായിട്ട് മദ്രസകൾ സ്ഥാപിക്കുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് അവർ മതപഠനം നടത്തുന്നു. ബംഗാളിൽ അതിനുപോലുമുള്ള കഴിവും ആവതും അവർക്കില്ല. താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 35 കൊല്ലം ഭരിച്ച് അവിടുത്തെ രാജ്യത്തെ പിഴിഞ്ഞ് ഉണക്കി ഒന്നിനും കൊള്ളാതാക്കി എന്നതാണ് വസ്തുത. പക്ഷെ ഇനിയും അത് ഇവരെ തന്നെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് വേറെ പഠനം നടത്തേണ്ടതാണ്. ഏതായാലും ഫാത്തിയ സൂറത്ത് പഠിപ്പിക്കാത്തതിന്റെ ഒരു കുറ്റം LDF-ന്. തീർച്ചയായിട്ടും. ശ്രീ ജോർജ് പടിപ്പാറ, അവസാനം ബാക്കിയാകുന്ന ചോദ്യം അതാണ്. ഇടത് ചേരിയിലേക്കുള്ള ആ നീക്കം, ചർച്ചകൾ പല വഴിക്ക് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ CPM-ന്റെ ഒരു ആത്മവിശ്വാസം ഈ പുകഴ്ത്തലിനകത്തെല്ലാം വ്യക്തമാകുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ഒരു ഇതിൽ കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അവർണ വളരെ കൃത്യമായിട്ട് CPM, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CPM നടത്തിക്കൊണ്ടിരിക്കുന്ന കൃത്യമായ ഒരു മനഃശാസ്ത്ര യുദ്ധമാണ്, ഒരു സൈക്കോളജിക്കൽ വാറാണ്. അതായത് മുസ്ലിം ലീഗിനെ അല്ല പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ലീഗിനെ ഓടി വന്നാൽ ഇടതുമുന്നണിയിൽ എടുക്കുന്നത് നഷ്ടം വരുത്തുമെന്നും അവർക്ക് ധാരണയൊക്കെ ഉണ്ട്. അവർ മണ്ടന്മാരൊന്നുമല്ല. പക്ഷെ അവർക്ക് മുസ്ലിം ലീഗ് അണികളുടെ വോട്ട് വേണം. ഞങ്ങളാണ് മുസ്ലിം കോസിന്റെ കാര്യത്തിൽ ചാമ്പ്യൻസ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തണം. അത് മുസ്ലിം അണികളെ ബോധ്യപ്പെടുത്തി അതിലൊരു വലിയ ഷെയർ ഇപ്പോ ലീഗിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ വോട്ട് ബാങ്കിന്റെ ഒരു വലിയ ഷെയർ തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ വാറാണ് ഇപ്പോ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ CPM ആ നടത്തുന്ന വാർ എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള കക്ഷികള് വേറൊരു മുന്നണിയുടെ
കാര്യത്തിൽ ഇങ്ങനെ ഇടപെട്ട് അത് നല്ല രാഷ്ട്രീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രാഷ്ട്രീയത്തിലും യുദ്ധത്തിലും ഒക്കെ എന്തോ ആകാമെന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. പക്ഷെ അത്രത്തോളം ഈ CPM-ന്റെ ഈ ചപ്പടാച്ചിയിൽ വീഴാൻ മാത്രം ബുദ്ധിശൂന്യരാണ് മുസ്ലിം ലീഗ് പാർട്ടിയും മുസ്ലിം ലീഗിന്റെ അണികളെന്നും ഞാൻ കരുതുന്നില്ല. ഷാഹു ഹമീദ് ചൂണ്ടിക്കാണിച്ചതുപോലെ 35 വർഷത്തെ ബംഗാൾ ഭരണത്തിൽ അവിടുത്തെ മുസ്ലിം സമുദായത്തിന് എത്രത്തോളം അഭിവൃദ്ധി ഉണ്ടായി എന്നുള്ള കാര്യമൊക്കെ അറിയാം. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു വലിയ അപകടമുണ്ട്. അബ്ദുള്ള സാഹിബ് അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ചില സമയത്ത് രാഷ്ട്രീയത്തിൽ ഒന്നും കൂടിയ രണ്ടാവില്ല. ഇപ്പോ മുസ്ലിം ലീഗിനോടുള്ള വിരോധം കൊണ്ട് മാത്രം ഇടതുമുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾ ഒത്തിരിയുണ്ട്. ഞാൻ അവരുടെ പേരുകൾ എടുത്തെടുത്ത് പറയുന്നില്ല. കാന്തപുരം മുസ്ലിയാർ നേതൃത്വം നൽകുന്ന ആ ഒരു ഘടകം മുതൽ ഇങ്ങ് SDP, PDP അങ്ങനെ ഒരുപാട് മുസ്ലിം വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങളൊക്കെ LDF-നോടൊപ്പം ഇപ്പൊ ചേർന്ന് നിൽക്കുന്നത് LDF-ന്റെ മതേതരത്വം കണ്ടുകൊണ്ടല്ല, അവരെ ആ ചേർന്ന് നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് ലീഗ് വിരോധം മാത്രമാണ്. അപ്പൊ ഏതെങ്കിലും ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഇടതുമുന്നണിയിലേക്ക് പോയാൽ ഇപ്പൊ ഇടതുമുന്നണിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വോട്ട് മാത്രമല്ല നഷ്ടപ്പെടുക, ലീഗിനെ കൂടി ചേർക്കുന്നതോടുകൂടി ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ ചങ്ക് വോട്ട് ബാങ്ക് ആയിട്ടുള്ള ഹിന്ദു വോട്ടിൽ ഗണ്യമായ ചോർച്ച ഇടതുമുന്നണിക്ക് സംഭവിക്കും. തീർച്ചയായിട്ടും ആ ഒരു രാഷ്ട്രീയം കൂടി എടുത്ത് പറഞ്ഞുകൊണ്ട് വേണം പോകാൻ. ചേരി മാറുമോ, കൂറു മാറുമോ, മുന്നണി മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷെ അപ്പോഴും എപ്പോൾ പരിഹരിക്കും UDF-നകത്തെ ഈ വിഷയം എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ നാളെ നടക്കാനിരുന്ന ലീഗ് യോഗം കൂടി മാറ്റിവെച്ചിരിക്കുന്നു. നാളേക്ക് ശേഷം വ്യക്തമായി പാർട്ടി ഇതിനകത്ത് തീരുമാനം പറയുമെന്നായിരുന്നു ചർച്ചയ്ക്ക് മുമ്പ് ലീഗ് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയത്. പക്ഷേ എപ്പോഴത്തേക്ക് ഇതിന് തീരുമാനമുണ്ടാകും എന്നുള്ളതിനനുസരിച്ചിരിക്കും തുടർന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങളും. സമയപരിമിതി കൊണ്ട് വീണ്ടും അതിഥികളിലേക്ക് വരാൻ കഴിയാത്തത് വളരെയധികം നന്ദി. ശ്രീ ഒ അബ്ദുള്ള, ശ്രീ ജോർജ് പൊടിപ്പാറ, ഒപ്പം A സജീവൻ, ശ്രീ അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന്. പൂർണ്ണമാകുകയാണ് അന്ത്യചർച്ച. നമസ്കാരം.